തൃപ്പൻ നമ്പൂതിരി കാസർഗോഡ് നിന്ന് വന്ന റൂം നമ്പർ 214. ആ 7 വർഷമായി ഞാൻ ഈ ഫാക്ടറി എന്നും പറഞ്ഞിറങ്ങിയിട്ട് സ്ഥലത്തിനും മെഷീനറിക്കും ബിൽഡിങ്ങിനും മാത്രമായി 3 കോടി. ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞു, മെഷീൻസും എത്തിച്ചു. പിന്നല്ലേ പൂരം. ഇലക്ട്രിസിറ്റി സാങ്ഷന് മാത്രം വർഷം ഒന്ന് പിടിച്ചു. ഉദ്ഘാടന ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ പൊല്യൂഷൻ ബോർഡുകാരുടെ ഇൻഡാസ് ദാ വരുന്നു. പിന്നെ മന്ത്രി അടക്കം ബോർഡിലെ തൂണിനും തുരുമ്പിനും ഒക്കെ കൂടി 1,06,000 ഒരിക്കൽ സാങ്ഷൻ കിട്ടി. പിന്നെ പരിസ്ഥിതിക്കാരുടെ സ്റ്റേ, കോടതി, അത് പൂരം വേറെ. അവിടെ നിന്ന് ഒരു വിധം ഊരിയപ്പോൾ റവന്യൂ വകുപ്പിന്റെ സ്റ്റേ. ഫാക്ടറി ഇരിക്കുന്ന സ്ഥലം വനഭൂമി കൈയേറിയതാണെന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് ഈറ്റ വെട്ടാനുള്ള സാങ്ഷൻ ആദ്യം തന്നു, പിന്നെ പിൻവലിച്ചു. ഇപ്പോഴത്തെ പ്രശ്നം എന്തിനാണ്? നിങ്ങളുടെ വകുപ്പ് തന്നെ. അടിയാധാരവും തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വർഷം 1 കഴിഞ്ഞു. പൊല്യൂഷൻ ബോണ്ട് സാങ്ഷൻ ഇനിയും വേണമെന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി പറയുന്നു. ഒരു കോരോന്നായിട്ട് അഴിക്കണം. ആദ്യം അടിയിൽ എന്നെ പിടിച്ചു കൊടുക്കണം. അടിയാധാരത്തിന്റെ കാപ്പി ഉണ്ടോ കയ്യില്? ഉണ്ടല്ലോ, മണിയായിട്ട് ഇരിക്കണില്ലേ എന്നെ നോക്കി ചിരിച്ചോണ്ട്. ഇപ്പോ ഗംഗാര സാറിന്റെ ടേബിളിലാണ് ഉരുപ്പടി. ഫയൽ നമ്പർ 144/91, 216/91. അന്നത്തെ പൊല്യൂഷൻ ബോർഡ് ചെയർമാൻ വിഴുങ്ങി വർഗീസ് പോയി. ഇപ്പൊ അവറാ സാറാ കോട്ടയംകാരൻ. അപ്പന്റെ വായുവിലേക്ക് കമ്മീഷൻ വാങ്ങിക്കുന്നേനാ. ആകെ മൊത്തം എമൗണ്ട് എന്ത് വരും? ആദ്യ റൗണ്ട് 5 ലക്ഷം. പിന്നെ ബാവർക്കും കൊച്ചിയെടുത്താ സാധിക്കും, എരുമേലി പേട്ടതുള്ളൽ പാർട്ടികൾക്കും ഒക്കെ അല്ലറ ചില്ലറ. പിന്നെ വാങ്ങിച്ചോ ശ്രീ പത്മനാഭ. ഇത് പൊല്യൂഷൻ ബോർഡ് പിയൂൺ ദിവാകരന്. ഫയല് തപ്പിയെടുക്കാനും പൊടി തട്ടാനുമായി 1000 രൂപ. ഇത് ഫയൽ ടേബിളിലെത്തിക്കാൻ സെക്ഷൻ പിയൂൺ വർഗീസിന് 3000. ഇത് ഹെഡ് ക്ലാർക്ക് DC നായർ സാറിന് 5000. ഇത് പരമുവിൻ്റെ തട്ടുകടയിൽ. എത്ര കവറുകൾ! പിള്ളേക്കറിയാം സെക്രട്ടേറിയറ്റ് പഠിക്കല് ഏറ്റവും വിൽപ്പനയുള്ള ഐറ്റം ഏതാണെന്ന്? ഇത് തന്നെ, കവറുകൾ. കവറുകൾ മാത്രം വിറ്റ് വലിയ പണക്കാരായവരെ എനിക്കറിയാം. ഒരു പൂവച്ചൽ രമേശ്. ഇവിടെ സത്യത്തിൽ ജനാധിപത്യമല്ല, കവറാധിപത്യമാ നടക്കുന്നത്. ഇത് തന്നെ ജോലി. ഉണ്ണിത്തണൻ 97 ശേഷമുള്ളത് തൊട്ടാ പോലും പുലിവാല. പിന്നെ അതെന്റെ 87. അതിനൊന്നും നേരമില്ല. പോയിട്ട് ഈ മാസം കഴിഞ്ഞു വാ, അപ്പൊ നോക്കാം. അല്ല സാർ, അങ്ങനെ പറയരുത്. എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. തവളക്കുഞ്ഞിനെ നീന്തു പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? താനങ്ങ് തീരുമാനിച്ചാ മതി. ഫയൽ പൊക്കി വിടുന്നതിന് എത്രയാണെന്ന് എനിക്കറിയാമല്ലോ. ഒരു 75 ഒതുങ്ങില്ലേ സാർ? ഉണ്ണിത്താൻ, ഞാൻ കുറച്ച് തിരക്കിലാണ്. പോ, പിന്നെ കാണാം. എന്നാ പിന്നെ വട്ടം എത്തിക്കാം. എവിടെയാണ് സാർ? ഇസ്മായിലിന്റെ തട്ടുകടയിലോ അതോ ഗോപാലന്റെ? ഇസ്മായിലിന്റെ തട്ടുകടയിൽ. പിന്നെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പൊങ്ങുന്ന ദിവസം ഒരു ചെലവ് വേണ്ടി വരും. അത്രയ്ക്ക് പണിയുണ്ട്, അത് മറക്കണ്ട. പോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് മീനം 13, അശ്വതി നക്ഷത്രം. പിറന്നാൾ കുട്ടിക്ക് എന്റെ വക സമ്മാനം. അയ്യോ, ഞാനൊരു തമാശക്ക്. ഞാനും തമാശക്കാണ്, കാര്യമായി വരുമ്പോ പറയാം. ഒരു ഷർട്ടാണ്, നാളെ ഇതിട്ടോണ്ട് വരണം. വരൂ. എന്താ, ഇഷ്ടായില്ലേ? ഇഷ്ടമായി. ബാലുസാറിനൊരു ഫോൺ, കാസർഗോഡെന്നാ.
സൗഖ്യം വരുത്തിയിടുവാൻ നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകില്ല ജന്മം മരിച്ചവർക്കും വരും നിർണയം. ഡൽഹിക്കാരെത്തിയിട്ടില്ല. വിശാലവും ഭർത്താവും 1 മണിക്ക് എടുക്കാൻ പറ്റിയേക്കും. വിദ്വാനൊരിക്കലും പുത്രമിഥാർത്ഥ കളത്രാദി വസ്തു കല്യാണത്തിന് അധികാരം ഉണ്ടായില്ല. പേരിനൊരു പെണ്ണ് കാണൽ ചടങ്ങ്. പിറ്റേ ആഴ്ച തന്നെ നല്ലൊരു മുഹൂർത്തം ഉണ്ടായി. കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി ബാലേട്ടൻ്റെ പേരും പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തി. ആളും അർത്ഥമൊന്നും ഇല്ലാണ്ട് നിന്ന എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ള ഭാവ മൂപ്പർക്ക്. ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ച ബാലേട്ടൻ വരും. വന്ന എനിക്കൊരു പക്ഷെ എന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യണ്ടായല്ലോ. പിന്നെ അമ്മാവനും അമ്മയും പറഞ്ഞു അറിയിക്കേണ്ടെന്ന്. നിനക്ക് സുഖമല്ലേ? നമ്മുടെ പ്രായക്കാട്ടെ രവിയേട്ടൻ ഒരിക്കൽ വയനാട്ടിൽ വെച്ച് ശുഭേടത്തിനെയും ഭർത്താവിനെയും കണ്ടുത്രേ. അവർ സന്തോഷമായിട്ട് കഴിയണം. ആ, അവര് സന്തോഷമായിട്ട് കഴിയട്ടെ. ഒക്കെ ദൈവനിശ്ചയ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കോ? ഇന്നലെ ബാലേട്ടന്റെ പിറന്നാളായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. വഴിപാട് കഴിച്ചില്ല. ഇനി അതെങ്ങാനും അറിഞ്ഞ എവിടെയാണ് നിന്റെ തള്ള? എന്താ ശശി, എന്തു പറ്റി? ആരോടാ? എന്നോടാണോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ വിശ്വസിച്ചിട്ടാ ഇവളെവിടെ ആക്കിയിട്ട് ഞാൻ പോണത്.